ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമ എന്ന ടാഗ്ലൈനോടുകൂടി വരുന്ന രാമായണ എന്ന് പറഞ്ഞ സിനിമയുടെ ഗ്ലിംസ് വന്നിട്ടുണ്ട്. ഇന്ന് മുഴുവനായിട്ടും ആ സിനിമയുടെ ഗ്ലിംസിന് വേണ്ടി കാത്തിരുന്നത് 11 മണിക്ക് വരുമെന്ന് പറഞ്ഞു, പക്ഷെ അവർ പറ്റിച്ചു. ഇപ്പൊ 2 മണിക്കൂർ മുമ്പ് സംഗതി വന്നിട്ടുണ്ട്. ആൻഡ് 56,757 വ്യൂവുമായിട്ടുണ്ട്. നമിത് മൽഹോത്രാസ് രാമായണ, ദ ഇൻട്രൊഡക്ഷൻ, നിതേഷ് തിവാരി, രൺബീർ, യശ്, ഹാൻസിമർ ആൻഡ് എ റഹ്മാൻ. ഈ ഹാൻസിമർ നമ്മൾ പറഞ്ഞ സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു, പെട്ടെന്ന് എനിക്ക് ആ പേര് ഓർമ്മ കിട്ടില്ല. ഇവിടെ കേട്ടും പക്ഷെ ഓർമ്മ കിട്ടില്ല. നിങ്ങളൊന്ന് കമന്റ് രേഖപ്പെടുത്തൂര് ഞാൻ പറഞ്ഞു. കുറെ ആൾക്കാർ വന്നിട്ട് ഹാൻസിമറിനെ അറിയില്ല ബ്രോ ചോദിച്ചു. ഞാൻ ആ കമന്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാഡിയേറ്റർ, അതുപോലെ ഇൻഡസ്റ്റെല്ലർ അടക്കമുള്ള ഒരുപാട് സിനിമയ്ക്ക് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള വലിയ മ്യൂസിക് ഡയറക്ടറാണ്. യൂണിവേഴ്സൽ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഗ്ലാഡിയേറ്ററൊക്കെ എനിക്ക് ഫേവറേറ്റ് സാധനമാണ്. അതിലെ മ്യൂസിക്കും അല്ല, എന്താ പറയാ, നമ്മൾ രാജകീയമായിട്ടുള്ള പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. സോ പുള്ളിയാണ് ഇതിലെ മ്യൂസിക് ചെയ്യണത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം AR റഹ്മാൻ. 3 മിനിറ്റ് 3 സെക്കൻഡാണ് ഇതിന്റെ ലെങ്ത്. രാമായണ എന്ന് പറഞ്ഞത് ഇതുവരെ ആദിപുരുഷ് പോലൊരു സാധനമൊന്നുമല്ല. വൻ പ്രതീക്ഷയാണ് ഇതിൽ എല്ലാവർക്കും ഉള്ളത്. നമുക്ക് കണ്ടുനോക്കാം. റെഡി. മലയാളം സബ് ടൈറ്റിൽസ് ഓൺ ആക്കിയിട്ടുണ്ട്. കിട്ടുമോ നോക്കാം. ഉണ്ടെന്നാണ് പറഞ്ഞിട്ടാണ്. കാലം ആവിർഭവിച്ചത് ലോകത്തിന് അധിപന്മാരാണ് ത്രിമൂർത്തികൾ. ഓക്കെ. ബ്രഹ്മാവ്, സൃഷ്ടിദേവൻ, ഗോഡ് ഹു ക്രിയേറ്റ്സ്. ബ്രഹ്മ, വിഷ്ണു, സ്ഥിതിദേവൻ, ഗോഡ് ഹു പ്രൊട്ടക്ട്സ്. ശിവൻ, ശിവ, സംഹാരദേവൻ. എന്നാൽ when their creation threatened, പിടിച്ചടക്കുന്ന ഭീഷണി മുഴക്കിയാൽ യുദ്ധങ്ങളെല്ലാം തീർക്കാനുള്ള യുദ്ധം ആരംഭിച്ചേ കഴിയൂ. വാർ ടു ദ എൻഡ് ബിഗൻ. 5000 വർഷങ്ങളായി 3.5 ബില്യൺ മനുഷ്യൻ ആരാധിക്കപ്പെടുന്നു. ഇതാണ് അനശ്വരമായ കഥ. രാമൻ vs രാവൺ. മ്യൂസിക് ഒക്കെ രാവണ ത്യാഗം. രോമാഞ്ചം. നമിത് മൽഹോത്രാസ്. ബാഹുബലിയിലെ സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ്. ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് പാർട്ട് 1 ദിവാലി 2026, പാർട്ട് 2 ദിവാലി 2027. ഓ മൈ ഗോഡ്, എന്റെ പോളിച്ച്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു സാധനം. ആൻഡ് ഓഫ് കോഴ്സ് 100% ഉറപ്പിച്ചു പറയുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ കീട്ടിലും പെർഫോമൻസ് വരുന്നത് അമ്മാതിരി അദ്ദേഹത്തിലെ പീക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് യഷിന്റെ ആയിരിക്കും. എന്താണ് രാവണന്റെ മറ്റത് ഓഫ് കോഴ്സ് ഓക്കെ, രാമന്റെ ലുക്ക് രൺബീർ കപൂർ, നമുക്ക് പക്ഷെ അത് അറിയാം രൺബീർ കപൂർ ഏത് ലുക്കിലായിരിക്കും വരും. രാവണ ഒരു രക്ഷയില്ല. അയാൾ എങ്ങനെയായിരിക്കും ഒരു ആചാരബോഹമായ മനുഷ്യൻ. അതായത് ലക്ഷ്മണനേക്കാൾ ഹൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ലക്ഷ്മൺ തന്നെ അത്യാവശ്യം ഉണ്ട്. ലക്ഷ്മൺ പോലും ഇങ്ങനെ മുഖം ഉയർത്തി നോക്കേണ്ട അവസ്ഥ. അങ്ങനെയാണ് രാവണനെ പറഞ്ഞു കേൾക്കുന്നത്. എൻ്റെ അറിവ് പരിമിതമാണ്. ഞാൻ പറയുന്നത് അമീഷിന്റെ രാമായണ എന്ന് പറഞ്ഞിട്ടുള്ള രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ
ആ ട്രലോജിയിലെ രാമൻ എന്ന് പറഞ്ഞ ബുക്ക് മാത്രം വായിച്ചിട്ടുള്ള അറിവിലാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് പാർട്ട് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പൊ അത് വായിക്കുമ്പോൾ പോലും നമുക്ക് കിട്ടുന്ന കുറെ ഗൂസ് ബം മൊമെന്റ്സ് ഉണ്ട് ഒരുപാട്. കാരണം ഈ എന്താ പറയാ, ഇപ്പൊ രാമന്റെ അച്ഛന് രാമനിൽ വിശ്വാസമില്ല. കാരണം രാമൻ ജനിക്കുന്ന അന്നാണ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ യുദ്ധത്തിൽ തോക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം രാമന്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ച് കാണാം. ഇത് ശകുനപ്പിഴ എന്നൊക്കെ പറയുന്ന പോലെ രാമനിൽ വിശ്വാസമില്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അതിൽ കഥ. ഞാൻ മുഴുവനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ ഉയർന്നു വരുന്നതും പിന്നീട് ഒരു മൊമെന്റിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പുലി വരുന്ന സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് രാമൻ അച്ഛനെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് അച്ഛൻ രാമന്റെ അടുത്ത് വരുന്ന ഒരു ഇഷ്ടമുണ്ട്. അതിനുശേഷം രാമന്റെ കുറെ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് പിന്നീടാണ്. പിന്നെ രാമന്റെ അടുത്ത് വരുന്ന ഒരു ഇഷ്ടം വളരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് രാജാവായിട്ട് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അമീഷ് എഴുതുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. വ്യക്തപരമായി ചരിത്രപരമായി നോക്കിയ കുറെ സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അമീഷ് എഴുതുമ്പോൾ ഒരു സിനിമാറ്റിക് ടച്ച് കൊടുത്തിട്ടാണ് എഴുതുക. ഇപ്പോ ശിവപുരാണം മൂന്നും വായിച്ചതാണ്. ശിവപുരാണത്തൊക്കെ കിഡില്ല. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് വായിച്ച പുസ്തകം ഉണ്ടോ എന്നൊരു സംശയമാണ്. ഒരുപാട് നോവലുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിനൊരു സിനിമാറ്റിക് സാധനം ഉണ്ടല്ലോ, ഒരു ഹീറോയിസം, വില്ലനിസം, അതിലുള്ള മറ്റു പല സംഭവങ്ങൾ. പല സിനിമയിൽ നമ്മൾ വരുമ്പോൾ ചില ആളുകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അയാൾ വന്നു ഇനി സമാധാനമുണ്ട്, നായകൻ രക്ഷപ്പെടുന്നില്ല, അങ്ങനെ ഫീൽ ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ. അത് ഇത്ര ഐതിഹ്യം പോലെ അല്ലെങ്കിൽ ഇത്ര ബ്രഹ്മാണ്ഡ സിനിമകൾ നമ്മൾ കാണുമ്പോഴുള്ള ഫീൽ എന്താണോ അതുപോലെ അമീഷിന്റെ എഴുത്തുകൾക്ക് ഒരു ശക്തി ഉണ്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ രാമനാണ് വായിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കുറെ ഗുസ്പ മൊമെന്റ്സ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഈ ലാസ്റ്റ് ഭാഗം എടുത്ത് മാറ്റിയിട്ട് മ്യൂസിക്, ജസ്റ്റ് മ്യൂസിക്, അതല്ലാതെ ചില ലുക്ക് കൊടുക്കുന്നുണ്ട് അവിടെ എഴുതി കാണിക്കുന്ന ചില സംഭവങ്ങൾ എന്നല്ല, മ്യൂസിക് കൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഗൂസ് ബംസ്, ഇതിന്റെ ഉള്ളിൽ ഒരു തരിപ്പൊക്കെ പോവാ. അങ്ങനെ ഗൂസ് ബംസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏത് ആളുടെയാണ് മ്യൂസിക് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. 100% ഐ തിങ്ക് അത് നമ്മുടെ ഹാൻസ് സിമ്മറിന്റെ ആയിരിക്കണം. പുള്ളിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കണം ഇത് എത്ര വലിയ സിനിമയായിരിക്കും. ഇത് വെറുതെ അവർ പറഞ്ഞിട്ടുള്ളത്, ഇത് ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. ജസ്റ്റ് നമുക്ക് അങ്ങനെ ആ വില്ല് വിടാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു വെക്കുമ്പോൾ ഈ എത്ര ഭാഗം രൺവീറിന്റെ കാണിക്കണത്, ആൻഡ് ഒരു കണ്ണ് മാത്രം യേശുവിന്റെ കാണിക്കണത്, ഫുൾ മൂടിപ്പൂ. എന്തായിരിക്കും സീൻ? പുഷ്പവിമാനത്തിലുള്ള സീനാണെങ്കിലും ഇതൊക്കെ എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ആ രാജ്യത്തിന്റെ പേരെന്തെന്നു, സീതയുടെ ആ നാട്ടിൽ വന്നിട്ട് അത് കല്യാണത്തിന് വന്ന്, അല്ലെങ്കിൽ അല്ല അത്ര വേറെ എന്തോ ഒക്കെ പറയല്ലോ അവിടെ, അത് വന്ന് എന്നെ എന്താണ് വില്ലെടുക്കാൻ പോകുന്ന സമയത്ത് തടഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ആദ്യം രാമൻ എന്ന് പറയുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് പുള്ളിക്കാരൻ, അല്ലെങ്കിൽ കോപാകുലനായി കോപിഷ്ഠനായി പുള്ളിക്കാരൻ തിരിച്ചു പോവുകയും രണ്ടാമത് വന്നിട്ട് അയ്യോ ആ നാടിന്റെ പേരെന്തായിരുന്നു, സീതയുടെ രാജ്യത്തിന്റെ പേരെന്താണ്, ഭയങ്കര ഫേമസ് ആണല്ലോ, അയ്യോ എന്തായാലും അവിടെ യുദ്ധത്തിന് വരുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ എങ്ങനെയാണ് പുള്ളിക്കാരനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, പുഷ്പവനം അയാളെ ഇറങ്ങുമ്പോഴുള്ള ഫീല് ഭയങ്കരമാണ്. യശ് ഒരു ഒന്നൊന്നര പൊളി ഇതിൽ പൊളിക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. ഓഫ്കോഴ്സ് രാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ സ്ട്രോങ് ആണെങ്കിൽ പോലും ആദിപുരുഷ് പോലെയല്ല. ആദിപുരുഷിൽ വെറുതെ പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ട് രാവണനാക്കിയിട്ട് 10 തലയും VFX ചെയ്ത് കൊളാക്കി വെച്ച പോലെ ആയിരിക്കില്ല. ഇത് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന സാധനമായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും വലിയ കാസ്റ്റ് ഇതിൽ വന്നിട്ടുള്ളതും. ഇനി നമുക്ക് കണ്ട സീത എന്താണെന്നുള്ളതൊക്കെയാണ്. സായി പല്ലവി എങ്ങനെ വരും, ബോബി ഡ്യൂൾ എങ്ങനെ വരും, മ്യൂസിക് കൊണ്ട് മാത്രം ഇത്രയും നമ്മളെ ത്രസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് ഇതിൽ വിശ്വസിക്കാം. ഇതൊരു ഒന്നൊന്നര പടമായിരിക്കും. 2026 ദിവാലിക്കാണ് ആദ്യ പാർട്ട് വരുന്നത്. കംപ്ലീറ്റ്ലി നമ്മളതിൽ എനിക്കറിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ഈ മ്യൂസിക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഏറ്റവും അവസാനം ലാസ്റ്റ് മ്യൂസിക് എനിക്ക് ബാഹുബലിത്തെ കോപ്പി പോലെ ഫീൽ, കോപ്പി എന്നല്ല അതിൽ നിന്ന് ഇൻസ്പയർ ആയി വന്ന പോലെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഫീൽ ചെയ്തത്. മിഴിപൂട്ട് മകനെ അങ്ങനൊരു സാധനം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയല്ല, ബട്ട് എന്റെ ഉള്ളിൽ കറക്റ്റ് ഉണ്ട്, പുറത്ത് കറക്റ്റ് എനിക്ക് പാടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബാഹുബലി മരിച്ചതിന് ശേഷം നേരെ വന്നിട്ട് നീ ചെയ്തത് തെറ്റ് എന്ന് പറയണ്ടല്ലോ, കട്ടപ്പ ആദ്യമായിട്ട് പേര് വിളിച്ചിട്ട് ആ സമയത്ത് ഉള്ളൊരു മ്യൂസിക് ഉണ്ട്. ഈ ബാഹുബലി മരിച്ചു എന്നറിയണ സമയത്ത് ഉള്ളൊരു സംഭവം, അതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യും. ലാസ്റ്റ് ആ ഒരു അമ്പ് ഇങ്ങനെ വന്നിട്ട് രാമായണ ഇതിന്റെ രായന്റെ അവിടെ ഇങ്ങനെ വന്ന് കയറുന്ന സമയത്തുള്ള ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ബാഹുബലി എനിക്ക് ഫീൽ ചെയ്തു. അത് ഒരു പക്ഷെ ഒരു ഇന്ത്യൻ ടച്ച് വന്നുകൊണ്ടായിരിക്കാം. മറ്റത് കംപ്ലീറ്റ്ലി നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ ഒരു ഭയങ്കര യുദ്ധപ്പടങ്ങൾ ഒക്കെ നമ്മൾ കാണുമല്ലോ, വാർ മൂവീസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലാഡിയേറ്ററിലൊക്കെയുള്ള ചില BGM എന്ത് ബ്രഹ്മാണ്ഡമാണ്. ജസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ബ്രഹ്മാണ്ഡം അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒരു ബ്രഹ്മാണ്ഡ പടമാണ് വരുന്നതെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്കിത് എത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. പറഞ്ഞ ചിലപ്പോൾ കുറെ ഓവർ ആയി പോകും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം തരുന്നത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്
ഇതൊരു പൊളി പൊളിക്കും. ബാഹുബലിയുടെ മുകളിൽ വരാൻ പോകുന്ന ഒരു സിനിമ മേ ബി ഇതാവാൻ സാധ്യതയുണ്ട്.